കാര്യം പറഞ്ഞതുകൊണ്ട് സാന്ദർഭികമായി ഞാൻ പറയുകയാണ്. പല ഘട്ടങ്ങളിലും ഈ ശ്രീനിവാസൻ്റെ ചില സിനിമകൾ എടുത്തു വച്ചിട്ട് ശ്രീനിവാസൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയം അതിങ്ങനെ മാറിയിരിക്കുന്നു എന്നൊക്കെ ഒരു കൂട്ടർ അതിനെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ ചില ഘട്ടങ്ങൾ ഇപ്പം നമുക്കറിയാം, വരവേൽപ്പ് എന്ന സിനിമ അത് കേരളത്തിന് ദോഷകരമാകുന്ന രീതിയിൽ പലയിടത്തും റെഫർ ചെയ്യപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു ഗൾഫിൽ നിന്ന് പൈസ ഉണ്ടാക്കി വരുന്നൊരു സാധാരണക്കാരൻ ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷമാണ് എന്ന്, ഇവിടുത്തെ തൊഴിലന്തരീക്ഷം വല്ലാതെ മോശമാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ വേണ്ടി അതിനെ ഉപയോഗപ്പെടുത്തിയത് നമുക്കറിയാം. പക്ഷേ ശ്രീനിവാസനോട് പലപ്പോഴും നമുക്ക് സംസാരിക്കാൻ കിട്ടിയ അവസരങ്ങളൊന്നും ശ്രീനിവാസൻ അതിനെ അങ്ങനെ അല്ല പറഞ്ഞിട്ടുള്ളത്. ഒരു ബസ് മുതലാളിയുടെ വേദന അറിയാവുന്ന ആളാണ് ശ്രീനിവാസൻ എന്നതുകൊണ്ട് അത് പ്രതികാരം ചെയ്യാൻ കിട്ടിയൊരു മാധ്യമമായി സിനിമയെ ഉപയോഗിച്ചിട്ടില്ല എന്ന് ശ്രീനിവാസൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സന്ദേശത്തിൽ ഒരു വീട്ടിൽ 2 രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾ ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയാണ് ആ വീട്ടിൻ്റെ അന്തരീക്ഷം എന്നുള്ളത്, സാധാരണ ഒരു വീട്ടിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് ചൂണ്ടിക്കാട്ടാൻ ശ്രമിക്കുമ്പോൾ അതിലെ ഒരു രാഷ്ട്രീയക്കാരൻ്റെ മാത്രം കാര്യം ഇന്നും പ്രചരിപ്പിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ക്യൂബ മുകുന്ദനും അതുപോലെ തന്നെ. ഇത് ഷിജു ഖാൻ എന്ന രാഷ്ട്രീയക്കാരൻ എങ്ങനെയാണ് അതിനെ കാണുക? ഞാൻ യഥാർത്ഥത്തിൽ ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ മരണം ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചല്ലോ. എന്നെപ്പോലൊരാളെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ എന്നിൽ നിന്ന് നഷ്ടപ്പെടുന്നത് പോലൊരു വേദന എന്നിൽ സൃഷ്ടിക്കുന്നുണ്ട്. അതിന് കാരണം ഞാനൊരു പൊതുപ്രവർത്തകനും രാഷ്ട്രീയ പ്രവർത്തകനും ആയിരിക്കുമ്പോഴും വാസ്തവത്തിൽ ശ്രീ ലാലിന് തന്നെ അറിയാം, തിരുവനന്തപുരത്തെ ഒരു ഗ്രാമീണ സ്വഭാവമുള്ള ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ഒരു ലോവർ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു കുടുംബത്തിൽ ജനിച്ച് എല്ലാ പ്രതിസന്ധികളും, സമൂഹത്തിൻ്റെ പ്രയാസങ്ങളും, വ്യക്തിപരമായ പ്രതിസന്ധികളും, കുടുംബത്തിൻ്റെ പരിമിതികളും ഇതിലൂടെയൊക്കെ രൂപം കൊണ്ട ഒരു വ്യക്തിത്വമാണ് എൻ്റേതും. എന്നെപ്പോലെ കേരളത്തിലെ 10,000-കണക്കിന് ആളുകൾ അങ്ങനെ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു പ്രതിഭയെ അടയാളപ്പെടുത്തുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ സിനിമ നേരത്തെ നിങ്ങൾ പരാമർശിച്ച സിനിമകളെ സംബന്ധിച്ചാണ്. യഥാർത്ഥ സിനിമയുടെ ഒരു സൗന്ദര്യശാസ്ത്രത്തെ സമഗ്രമായി വിലയിരുത്താത്തത് കൊണ്ടാണ് പലപ്പോഴും ഈ സിനിമകൾ സമൂഹത്തെ പൂർണ്ണമായും പ്രതിനിധീകരിക്കുന്നു എന്നൊക്കെ നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വരവേൽപ്പിനെക്കുറിച്ചും സന്ദേശത്തെക്കുറിച്ചും ഹൈലൈറ്റ് ചെയ്യപ്പെടുമ്പോൾ മറ്റനേകം സിനിമകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന മറ്റനേകം സിനിമകളുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മളൊരു കലാസൃഷ്ടിയെ വിലയിരുത്തുമ്പോൾ സന്ദേശം സിനിമ വരുന്ന 1991-ലാണ്. നമ്മളൊരു സിനിമയെ ചർച്ച ചെയ്യുമ്പോൾ ആ സിനിമ സംവിധായകൻ അല്ലെങ്കിൽ തിരക്കഥാകൃത്ത് അല്ലെങ്കിൽ നടൻ അവരെ ചേർത്തു വെച്ചു മാത്രമാണ് പലപ്പോഴും സിനിമകളെ വിലയിരുത്തുന്നത്. 1991 സവിശേഷതയുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യൻ രാഷ്ട്രീയത്തിലൊക്കെ ഒരു പുതിയ സാമ്പത്തിക നയം അപ്ലൈ ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടം. 1980-കളുടെ അവസാനത്തോടു കൂടി തന്നെ അതിൻ്റെ അലയൊലികൾ തുടങ്ങി. 1990 ആകുമ്പോൾ പിന്നെ പുതിയ ഒരു സാമ്പത്തിക നയം കടന്നു വരുന്നു. പിന്നെ നിങ്ങളെടുത്താൽ പിൽക്കാലത്ത് ഒരു 10 വർഷക്കാലത്തെ നിങ്ങളെടുത്താൽ സിനിമയിലെന്നല്ല, നീതിന്യായ പീഠത്തിൽ മറ്റനേകം മേഖലകളിലൊക്കെ ഉണ്ടായിട്ടുള്ള അരാഷ്ട്രീയതയുടെ ചലനങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട്. അപ്പോൾ അതൊരു സംവിധായകനോ തിരക്കഥാകൃത്തിനോ ഒരു കഥാകൃത്തിനോ തീർച്ചയായിട്ടും അവരുടെ രചനകളുടെ പരിഗണന വിഷയങ്ങളാവും. അപ്പോൾ അതിലെ കഥാപാത്രങ്ങളാണ് കേരളീയ സമൂഹത്തിൻ്റെ മാതൃകകളെന്നോ അല്ലെങ്കിൽ കേരളീയ സമൂഹത്തിൻ്റെ പ്രതീകങ്ങളോ ഒന്നും നമുക്ക് ഒരു സിനിമാ നിരൂപണത്തിൽ പരാമർശിക്കാൻ കഴിയില്ല. പക്ഷേ അത്തരം സിനിമകൾ കേരളീയ സമൂഹം ചർച്ച ചെയ്തു, സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലത്തിൽ ചർച്ച ചെയ്തു. നമ്മുടെ യോജിപ്പോ എന്നുള്ള നിലയിലല്ല, അത്തരം ചർച്ചകൾ വളരെ സജീവമായി ഉയർന്നു വന്നു. പിന്നെ അതോടൊപ്പം ശ്രീനിവാസനെ വ്യക്തി എന്ന നിലയിൽ മാത്രമല്ല എടുക്കുന്നത്, അദ്ദേഹം വർക്ക് ചെയ്തിട്ടുള്ള സംവിധായകർ മറ്റനേകം പേരുണ്ട്. ശ്രീ കമൽ സാറിനെ പോലുള്ള ആളുകൾ, സത്യൻ അന്തിക്കാടിനെ പോലുള്ള ആളുകൾ, സിബി മലയിലിനെ പോലുള്ള ആളുകൾ, പുതിയ തലമുറയിലെ നിരവധി സംവിധായകർ, തിരക്കഥാകൃത്തുക്കൾ ഒക്കെ അവരോടൊപ്പം സഹകരിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള നിരവധി സിനിമകളുണ്ട്. അപ്പോൾ അത്തരം സിനിമകളെ കൂടി പരാമർശിച്ചുകൊണ്ടും പരിഗണിച്ചുകൊണ്ടും മാത്രമേ അദ്ദേഹത്തിലെ ഒരു കലാകാരനെ നമുക്ക് സമഗ്രമായി വിലയിരുത്താൻ സാധിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത്.